നമസ്കാരം. ഇസ്രായേലിൻ്റെ പരമ്പരാഗത എഴുത്തുകളാണ് തൽമൂദുകൾ എന്ന് പറയുന്നത്. അതിലെ ഒരു പഴയ തൽമൂദിൽ ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്: ഇഫ് സമ്മൺ കംസ് ടു കിൽ യു, റൈസ് അപ്പ് ആൻഡ് കിൽ ഹിം ഫസ്റ്റ് എന്നാണ്. ഇത് പ്രചോദനവാക്യമായിട്ട് എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതായത് നിങ്ങളെ ആരെങ്കിലും വധിക്കുവാനായിട്ട് വന്നാൽ എഴുന്നേറ്റ് ആദ്യം അവനെ വധിക്കുക എന്നുള്ളതാണ് അവരുടെ ആ വാക്യം. ഇത് 1948 അതുപോലെ തന്നെ 1967 നടന്ന യുദ്ധങ്ങളിൽ ഇസ്രായേൽ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഫലമായിട്ട് ശത്രുക്കൾ നനച്ചിരിക്കാത്ത സമയത്ത് അവരുടെ മേൽ ഒരു ഇടിവെട്ട് പോലെ വന്ന് ഭവിക്കുകയും അവരെ ആ യുദ്ധത്തിൽ അങ്ങനെ തീർത്തും അങ്ങനെ പരാജയപ്പെടുത്തി അവരുടെ യുദ്ധക്കോപ്പുകളും മറ്റുമൊക്കെ അങ്ങനെ നശിപ്പിച്ച് കളയുന്ന ഒരു ഇസ്രായേലിനെ യുദ്ധചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അവരുടെ പ്രചോദനവാക്യം എന്ന് പറഞ്ഞാൽ ഈ തൽമൂദിൽ നിന്നുള്ളതാണ് എന്നതാണ്. മാത്രമല്ല, അവരുടെ മൊസാദ് എന്ന് പറഞ്ഞ രഹസ്യാന്വേഷണ സംഘടനയുടെ സ്വഭാവവും പ്രചോദനവും ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് അവരെ നശിപ്പിക്കുവാനായിട്ട് ഒരുമ്പെട്ടിറങ്ങുന്ന ശത്രുക്കളെ തിരഞ്ഞുപിടിച്ച് അവരുടെ രാജ്യത്ത് പോയിട്ട് അവരെ വകവരുത്തുന്ന, അവരെ കൊല്ലുന്ന മൊസാദിൻ്റെ ഏജൻറ്റുമാരെന്ന് പറയുന്നത് അത് മറ്റു ഒരു രഹസ്യാന്വേഷണ സംഘടനയ്ക്കും ഇല്ലാത്ത വിധം കരുത്തുറ്റതായിരിക്കുന്ന ഏജൻറ്റുമാരാണെന്ന് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു സംഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇറാനിലെ ടെഹ്റാനിൽ നടന്ന ഒരു കൊലപാതകം. പട്ടാള സംരക്ഷണം ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അതായത് ആദ്യം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ മിസൈൽ ഹിറ്റ് ചെയ്ത് ഒരു സ്ഫോടനം ഉണ്ടായി, അവിടെ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടു എന്നാണെങ്കിൽ, ഇപ്പോൾ പറയുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. 2 മാസം മുമ്പ് തന്നെ അവരവിടെ ബോംബ് അങ്ങനെ പ്ലേസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ബോംബ് പൊട്ടി അങ്ങനെ അവിടെ വെച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത് പൊട്ടുകയും പിന്നീട് ഇവരങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഏതായാലും എന്താണ് ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന കാര്യം എന്നുള്ളത് ആർക്കും തന്നെ അറിയാൻ പാടില്ല. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്മായിൽ ഹനിയുടെ ശവമടക്കം കഴിയുന്നതോടുകൂടി ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഇത്ര കഠിന വിരോധത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ യുദ്ധം, അല്ലെങ്കിൽ ഈ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അറ്റാക്കുകൾ, ആക്രമണങ്ങൾ. അതിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ നടത്തിയ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള യുദ്ധങ്ങളെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന സംഘടനയുടെ ചാരന്മാർ നടത്തിയ ചാര ഓപ്പറേഷനുകളെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. മുസ്തഫ അഹമ്മദി റോഷൻ ഇറാനിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം തൻ്റെ കാറിൽ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ടെഹ്റാൻ്റെ തെരുവുകളിലൂടെ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കാറ് പൊട്ടിത്തെറിച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഇതിൻ്റെ കാരണമെന്നോണം പറയപ്പെട്ടത്, മോട്ടോർ സൈക്കിളിലെത്തിയ മൊസാദ് ഏജൻറ്റുമാർ മാഗ്നറ്റിക് ബോംബ് ഈ കാറിൽ ഘടിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ടത് പൊട്ടിത്തെറിച്ച് ഈ സയൻറ്റിസ്റ്റും കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും കൊല്ലപ്പെട്ടു എന്നാണ്. ഈ കാര്യം പറഞ്ഞ ഇറാൻ വളരെ ശക്തമായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചത്. കാരണം ഇതുക്കു മുമ്പും മൊസാദ് ഏജൻറ്റുമാർ ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് സമാന സ്വഭാവമുള്ള, ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഈ മുസ്തഫ അഹമ്മദി റോഷനെയും കൊലപ്പെടുത്തിയത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് തന്നെ ഇറാൻ പറഞ്ഞു, ഇതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഞങ്ങൾ തരും. ഇതിന് ഇസ്രായേൽ വിചാരിക്കാത്ത വണ്ണമുള്ള തിരിച്ചടി ഞങ്ങൾ അതേ നാണയത്തിലെ തന്നിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഏഷ്യയിലെ ഇസ്രായേൽ ഡിപ്ലോമാറ്റ്സുകൾക്ക് നേരെ പല ആക്രമണങ്ങളും ഉണ്ടായി. അതിൽ ശ്രദ്ധിക്കപ്പെട്ട 1-2 ആക്രമണങ്ങളുണ്ട്. അതിലൊന്നായിരുന്നു ന്യൂഡൽഹിയിൽ നടന്ന ആക്രമണം. ന്യൂഡൽഹിയിൽ ഇസ്രായേലി ഡിപ്ലോമാറ്റ്സിൻ്റെ കാറിൽ ബോംബ് വെക്കുകയും ആ കാറ് പൊട്ടിത്തെറിക്കുകയും അതിലെ ഡിപ്ലോമാറ്റ്സിൻ്റെ ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് ജോർജിയയിൽ നടന്നു, അതുപോലെ തന്നെ തായ്ലൻഡിൽ നടന്നു, അങ്ങനെ പലയിടങ്ങളിൽ നടന്നു. ജോർജിയയിലെ ശ്രമം ഏതാണ്ട് പരാജയപ്പെട്ടു പോയി, അത് വിജയത്തിലേക്ക് വന്നില്ല. എന്നാൽ തായ്ലൻഡിൽ അങ്ങനെ സ്ഫോടനം നടക്കുകയുണ്ടായി. അതിൽ പ്രത്യേകിച്ച് പറയത്തക്കവണ്ണം ഉണ്ടായ ഒരു ആക്രമണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ആക്രമണ പദ്ധതിയായിരുന്നു ഇസ്രായേൽ കപ്പലിനെതിരായിട്ട് ഇറാനിയൻ ചാരന്മാർ സംഘടിപ്പിച്ച ഒരു ആക്രമണം എന്ന് പറയുന്നത്. അതായത് സൂയസ് കനാലിലൂടെ കടന്നു വരുന്ന ഇസ്രായേൽ കപ്പലുകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ ഇറാനിയൻ ചാരന്മാർ ഒരു പദ്ധതി ഇട്ടു. എന്നാൽ
അത് ഈജിപ്ഷ്യൻ രഹസ്യാന്വേഷണ സംഘടന അത് തിരിച്ചറിയുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ മൊസാദ് ഈ രഹസ്യം വിവരം അറിയുകയും അല്ലെങ്കിൽ ഇസ്രായേൽ ഇത് തിരിച്ചറിയുകയും തങ്ങളുടെ കപ്പലുകളെ ഇറാനിയൻ ഏജൻറ്റുമാർ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത കേൾക്കുകയും ചെയ്തപ്പോഴേക്കും ഇസ്രായേലിനെ അത് വല്ലാതെ ചൊടിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇസ്രായേലിൻ്റെ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായ ആ സമയത്ത് പാശ്ചാത്യ സോഴ്സുകളിൽ നിന്ന് ഇസ്രായേൽ ഇറാൻ്റെ അതിർത്തി രാജ്യങ്ങളിൽ മൊസാദിൻ്റെ ബേസുകൾ, ചാരപ്രവർത്തനത്തിനായിട്ടുള്ള ഓപ്പറേഷണൽ ബേസുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. മാത്രമല്ല ഇറാനിയൻ റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് ആയിരിക്കുന്ന MBKയിലെ അംഗങ്ങൾ പലരും ഈ മൊസാദിൻ്റെ ചാരന്മാരായിരുന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ വന്നത്. അതായത് ഈ MBKയുടെ പ്രവർത്തകരെ ഇത് മൊസാദ് അങ്ങനെ സ്വാധീനിക്കുകയും അവരെ മൊസാദിൻ്റെ ചാരന്മാരായിട്ട് ഇറാനിലുടനീളം ഈ പറയുന്ന ചാരപ്രവർത്തനത്തിനായിട്ട് നിയമിക്കുകയും ചെയ്തു എന്നാണ് ആ സമയത്ത് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ഈ MBKയുടെ പ്രവർത്തകരെ മൊസാദ് വേണ്ടത്ര ട്രെയിനിങ് ഒക്കെ കൊടുത്തു. മാത്രമല്ല ചിലരെ എന്ത് ചെയ്തു, ചിലരെ ഇസ്രായേലിൽ കൊണ്ടുപോയിട്ട് വേണ്ടുന്ന പരിശീലനങ്ങൾ അവിടെ കൊടുക്കുകയുണ്ടായി. അതായത് ഈ ഇറാൻ നഗരമായിരിക്കുന്ന ഈ ടെഹ്റാൻ്റെ തെരുവുകളുടെ വലിയ മോഡലുകൾ ഉണ്ടാക്കിയിട്ട് ആ മോഡലുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ എങ്ങനെ ശത്രുവിനെ വകവരുത്തുവാനായിട്ട്, ശത്രുവിനെ കൊല്ലുവാനായിട്ട് എങ്ങനെ പതിയിരിക്കാം, എങ്ങനെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ ആക്രമിക്കാം, എങ്ങനെ കാറിന് ബോംബ് വെക്കാം എന്നുള്ള തരത്തിലുള്ള പരിശീലനങ്ങൾ ഇസ്രായേലിൽ കൊണ്ടുപോയി MBKയുടെ പ്രവർത്തകർക്ക് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരാനായിട്ട് തുടങ്ങി. വർഷം 2012 ആയപ്പോഴേക്കും അന്ന് അന്തർദേശീയ കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന നിരീക്ഷകർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് ബഹുദൂരം മുന്നിലോട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പുറത്തുവിട്ട ഒരു കണക്ക് 109 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഏതാണ്ട് 4 ആറ്റം ബോംബ് വരെ ഉണ്ടാക്കാമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കാരണം ഇറാൻ അങ്ങനെ ഒരു ന്യൂക്ലിയർ പവർ ആയിക്കഴിഞ്ഞാൽ അതല്ലാതെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ ആയിരിക്കും എന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാൽ അമേരിക്ക ആ സമയത്ത് പറഞ്ഞ കാര്യം ഇതിൽ നിന്ന് എങ്ങനെയും ഏത് വിധേനയും എന്ത് ചെയ്യണം, ഈ ഇറാനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് ഇസ്രായേൽ അപ്പോൾ തയ്യാറാകില്ല. കാരണം ഇസ്രായേലിന് അറിയാമായിരുന്നു ഇസ്രായേലിൻ്റെ ചാരന്മാർ ഇവിടെയുണ്ട്, ഇറാനിലുണ്ട്, അവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചായിരുന്നു ഇസ്രായേലിൻ്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെ ഇസ്രായേൽ അപ്പോഴൊരു അറ്റാക്കിന് വേണ്ടിയിട്ട് തയ്യാറാകാതെ കാത്തിരുന്നു. അങ്ങനെ ഇസ്രായേൽ മനസ്സിലാക്കിയ ഒരു പ്രത്യേക സമയമായപ്പോഴേക്കും ഇസ്രായേൽ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ അവർ സ്ഥാപിക്കുന്നത് ഭൂമിക്കടിയിൽ അണ്ടർഗ്രൗണ്ടിലാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. അവർ ലാബ് സെറ്റപ്പ് ചെയ്യുന്നു. ഇതിന് ഈ ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ MBKയുടെ പ്രവർത്തകർ എന്ന് പറയുന്നത് ആ സമയത്ത് ഇസ്രായേലിനെ സഹായിച്ച ഇസ്രായേലിൻ്റെ തന്നെ മൊസാദിൻ്റെ ചാരന്മാരായിട്ട് തന്നെ വർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിൽ നിന്ന് ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇസ്രായേൽ അമേരിക്കയോട് പറയുന്നു, ഇതാകുന്നു കറക്റ്റ് സമയം, ഈ സമയത്ത് ഇവരെ അറ്റാക്ക് ചെയ്യണം, ഇത് നശിപ്പിക്കണം, ഈ ഫെസിലിറ്റികൾ ഇല്ലാതാക്കണമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള തെളിവുകൾ, മൊസാദ് കണ്ടെത്തിയ തെളിവുകൾ ഉൾപ്പെടുത്തി അമേരിക്കയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിലും അമേരിക്ക അതിൽ കൺവിൻസ്ഡ് ആകുന്നില്ല. അത് ഒരു ഓൾ ഔട്ട് അറ്റാക്കിലൂടെ ആ ഫെസിലിറ്റിയെ നശിപ്പിക്കുന്നതിന് അമേരിക്ക അങ്ങനെ ഒരു സമ്മതം, ഒരു പരസ്യ സമ്മതം നൽകാതെ വരുന്നൊരവസ്ഥ. അങ്ങനെ വീണ്ടും ഇസ്രായേൽ അങ്ങനെ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 1948 പോലെ 1967 പോലെ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, വീണ്ടും തങ്ങളുടെ അതിജീവനത്തിൻ്റെ കാര്യം തങ്ങൾ തന്നെ നേരിടണം എന്നുള്ള, അല്ലെങ്കിൽ തങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു നിലയിലേക്ക് ഇസ്രായേൽ എത്തപ്പെടുകയാണ്. 2012 ഒക്ടോബർ 24 സുഡാൻ്റെ തലസ്ഥാനമായ കാർത്തൂമിന് തെക്കായിട്ട് ഉണ്ടായിരുന്ന ഒരു ആയുധപ്പുര ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് അവിടെ ഏതാണ്ട് 16 മീറ്റർ വീതിയിലൊരു വലിയ ഗർത്തം രൂപപ്പെട്ടു. അതിൻ്റെ കാരണം ഒരു എയർ സ്ട്രൈക്കായിരുന്നെന്നാണ് പറയുന്നത്. ഉടനെ തന്നെ സുഡാൻ്റെ ഗവൺമെൻറ് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. പ്രത്യേകാൽ അവിടുത്തെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയും ഇതിൻ്റെ പിന്നിലെ ഇസ്രായേലാണെന്ന് ശക്തമായിട്ട് പറയുകയുണ്ടായി.
എന്നാൽ ഇത് ആരാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം വളരെ രഹസ്യ സ്വഭാവം ഉണ്ടായിരുന്ന ഒന്നായിരുന്നു ഈ ആക്രമണം. അതിൻ്റെ ഫലമായിട്ട് ആ ആയുധപ്പുര മുഴുവനായിട്ട് കത്തിപ്പോവുകയും അതിലുണ്ടായിരുന്ന ആയുധങ്ങളും തീർത്തും ഇല്ലാതാകുകയും ചെയ്തു. എന്നാൽ പിന്നീട് സൺഡേ ടൈംസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിടായി. ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലാണെന്നും ഫൈറ്റർ ബോംബേഴ്സ് ഉപയോഗിച്ച് ഏതാണ്ട് 1 ടണ്ണോളം വരുന്ന ബോംബാണ് അവിടെ ഇട്ടതെന്നും, എന്നാൽ അത് മാത്രമല്ല 2 ഹെലികോപ്റ്ററുകളിലായിട്ട് ഇസ്രായേലിൻ്റെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഏതെങ്കിലും കാരണവശാൽ ഈ പൈലറ്റ് താഴെ പോവുകയോ പൈലറ്റിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താൽ ആ പൈലറ്റിനെ സേവ് ചെയ്യാനായിട്ട് അവർ അങ്ങനെ ഒരു ടീമിനെ കരുതിയിരുന്നു എന്നും പറയുന്നു. കൂടാതെ ഏരിയൽ ടാങ്കേഴ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഇലക്ട്രോണിക് വാർഫെയർ എയർക്രാഫ്റ്റിനെയും അവർ സജ്ജീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ സുഡാൻ, ഈജിപ്ത്, അതുപോലെ തന്നെ ജിബൂട്ടി തുടങ്ങിയ രാജ്യങ്ങളുടെ റഡാറുകളെ ഇത് അവരുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ഇസ്രായേലിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളെ ഉപയോഗിച്ച് അവർ ജാം ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ കൃത്യം അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ അവർക്ക് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിച്ചു. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് പല റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു വന്നു. ഏതാണ് ശരി എന്നുള്ളത് കാര്യം ആർക്കും തന്നെ അറിയാൻ പാടില്ല. കാരണം അതീവ രഹസ്യമായിരുന്നു. എന്നാൽ സൺഡേ ടൈംസ് പറഞ്ഞ ഈ വ്യാഖ്യാനം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന്. 2010 ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം നടന്നത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. അത് നടത്തിയതും മൊസാദ് തന്നെയായിരുന്നു. മൊസാദിൻ്റെ ഏജൻറ്റുമാരായിരുന്നു നടത്തിയത്. അത് ഹമാസിൻ്റെ സീനിയർ ഒഫീഷ്യലായിരുന്ന മുഹമ്മൂദ് അൽ മക്ബൂക്ക് എന്ന് പറയുന്ന ആളെ ദുബായിൽ വെച്ച് കൊലപ്പെടുത്തി. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഡാനിൽ വരുന്ന ആയുധങ്ങളെ ഹമാസിൻ്റെ കയ്യിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ പ്രധാന പണി. അല്ലെങ്കിൽ ഈ സുഡാനിലുള്ള ആയുധങ്ങളെ ഗാസയിലേക്ക് എത്തിക്കുന്നതിൻ്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഈ മുഹമ്മൂദ് അൽ മക്ബൂക്ക് എന്ന് പറയുന്നത്. അയാളെ ദുബായിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തി. ശേഷം അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ റൂമൊക്കെ റെയ്ഡ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് മനസ്സിലായി ഇതിൽ സുഡാനും അതുപോലെ തന്നെ ഇറാനും നേരിട്ട് പങ്കുണ്ട്. അതായത് ഈ ആയുധക്കടത്ത് ഹമാസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗാസയിലേക്ക് ഈ ആയുധങ്ങൾ കടത്തിവിടുന്നതിൽ ഈ ഇറാനും അതുപോലെ തന്നെ സുഡാനും നേരിട്ട് പങ്കുണ്ടെന്നുള്ള കാര്യം അവിടെ മനസ്സിലായി. മാത്രമല്ല ഇതിലൊരു നല്ലൊരു ശതമാനം ആയുധങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇറാനിലോ ലിബിയയിലോ വെച്ചിട്ടാണ്. അവിടെ നിന്ന് സുഡാനിലേക്ക് വരികയും സുഡാനിലെ ആയുധപ്പുരയിൽ ഇതുപോലുള്ള ആയുധപ്പുരകൾ സൂക്ഷിച്ചിട്ട് അവിടെ നിന്നും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗാസയിലേക്ക് കടത്തിവിടുകയാണ്. അതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരനായിരുന്നു ഇയാൾ. അദ്ദേഹത്തെ എന്ത് ചെയ്തു, അങ്ങനെ മൊസാദ് വകവരുത്തുകയും ഉണ്ടായി. ഇറാന് ഇസ്രായേലിനെ തകർക്കാനായിട്ട് ഹമാസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഗാസയിലേക്ക് നേരിട്ട് എന്ത് ചെയ്യുന്നു, ഗാസയിലേക്ക് ഈ സുഡാൻ വഴി ഈ ആയുധങ്ങൾ കയറ്റിവിടുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ പിന്നീട് അധികം അമാന്തിച്ചില്ല. കാരണം അവർ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ ഈ രീതി മാറ്റുകയും തങ്ങളുടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയായിട്ട് തീരുമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ പിന്നെ ഒട്ടും താമസിയാതെ തന്നെ അമേരിക്കയുടെ സമ്മതത്തിനോ മറ്റോ ഒന്നും കാത്തു നിൽക്കാതെ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ ആക്രമിക്കുവാനായിട്ട് തീരുമാനിച്ചു. താൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, അതാണല്ലോ അവരുടെ രീതി, ശത്രുക്കളെ നനച്ചിരിക്കാത്ത സമയത്ത് ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രചോദനവാക്യം. അതായത് അങ്ങനെ ഇറാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകളും ബോംബറുകളും കിലോമീറ്ററുകൾ പറന്ന് ഇറാൻ്റെ മണ്ണിലെത്തുകയും ഇറാൻ്റെ റഡാറിനെ കബളിപ്പിച്ചുകൊണ്ട് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തു. ഇത് ഇറാൻ അറിഞ്ഞില്ല. അങ്ങനെ ഇതിന് ശേഷം അവരെന്ത് ചെയ്തു, ഈ ഫൈറ്റർ ജെറ്റുകൾ സുരക്ഷിതമായിട്ട് ഇസ്രായേലിലേക്ക് പറക്കുകയും അവിടെ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ആ സമയം വരെ ഇറാൻ കരുതിയിരുന്ന അവരുടെ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റികളാകട്ടെ അതുപോലുള്ള മറ്റ് ഫെസിലിറ്റികളാകട്ടെ അതെല്ലാം ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തതൊക്കെയും ഇസ്രായേൽ എന്ത് ചെയ്തു, തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അതുകൊണ്ട് ഇത് ഇറാൻ അറിഞ്ഞു വന്നപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. കാരണം അവരുടെ രാജ്യത്ത് കിലോമീറ്ററുകൾ പറന്ന ഫൈറ്റർ ജെറ്റുകൾ വന്നിട്ട് ഇങ്ങനെ നശിപ്പിച്ചിട്ട് പോയിട്ടും അവരറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അത്രമേൽ സാങ്കേതിക മികവോടുകൂടിയാണ് ഇസ്രായേൽ അന്ന് ആക്രമണം നടത്തിയത്. ഇന്ന് നമ്മൾ ഈ ഇസ്മായിൽ ഹനിയയുടെ
കാര്യമെടുത്താലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ അത്രമേൽ സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് കയറി അവരുടെ ഒരു നേതാവിനെ, ഹമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തിയിട്ട് ഇറാൻ അറിഞ്ഞില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് തടയാനായിട്ട് ഇറാനെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞതുപോലെയായിരുന്നു അന്ന് ഇറാൻ്റെ മണ്ണിൽ കയറി ഇസ്രയേൽ നടത്തിയ അറ്റാക്ക്. അങ്ങനെ അവരെ സുരക്ഷിതമായിട്ട് അവർ തിരിച്ചു പോവുകയും. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.